الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിത യാത്രയിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാല്യം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇവയൊക്കെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് യുവത്വം അഥവാ യൗവനം എന്ന് പറയുന്നത്. അത് കരുത്തിൻ്റെ കാലഘട്ടമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരുതലിൻ്റെ കാലഘട്ടവുമാണ്. ആ യുവത്വ കാലത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും വളരെ കാര്യമായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം എന്ന രൂപത്തിലാണ് ഖുർആൻ യുവത്വ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഞാൻ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂമിലെ 54-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബലഹീനതയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വത.
പിന്നെ ആ ബലഹീനതയ്ക്ക് ശേഷം, അഥവാ മറ്റുള്ളവരുടെ സഹായത്താലും സഹകരണത്താലും ജീവിച്ചു പോന്നിട്ടുള്ള ആ ബാല്യത്തിന്റെ കൗമാരത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അള്ളാഹു നിങ്ങൾക്ക് ഖുവ്വത്തിന്റെ കാലഘട്ടം തന്നു, ശക്തിയുടെ കാലഘട്ടം തന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ വശൈബ. പിന്നെ ആ യുവത്വത്തിന് ശേഷം പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഴയ ബലഹീനതയും നരയും നിങ്ങൾക്ക് തന്നു. ജീവിതത്തിന്റെ 3 ഘട്ടത്തെക്കുറിച്ചാണ്. ആദ്യത്തെ ഘട്ടം ദൗർബല്യം നിറഞ്ഞതാണ്. അവസാനത്തെ ഘട്ടവും ദൗർബല്യവും പരാധീനതയും ഒക്കെ നിറഞ്ഞതാണ്. ആ 2 ഘട്ടങ്ങൾക്കിടക്കുള്ള ഖുവ്വത്തിന്റെ ഘട്ടമാണ് നിങ്ങളുടെ യൗവനം എന്ന ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലൂടെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. നിങ്ങൾക്ക് പുനർജീവിതം എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുമല്ലാത്ത ശൂന്യതയിൽ നിന്ന്, രക്തപിണ്ഡത്തിൽ നിന്ന്, മാംസപിണ്ഡത്തിൽ നിന്ന്, അങ്ങനെയുള്ള ആ ഘട്ടം മുഴുവനും വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, സുമ്മ നുഖ്രിജുക്കും തിഫ്ല. പിന്നെ അവൻ നിങ്ങളെ ഒരു കുട്ടിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു, അഥവാ ഒരു മനുഷ്യ സൃഷ്ടിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും. പിന്നെ അവൻ നിങ്ങളെ ശക്തിപൂർവം വളർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക്, പൂർണ്ണ ശക്തിയിലേക്ക് അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. നിങ്ങളെ ഒരു കുട്ടിയാക്കി ജനിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായ ശക്തിയുള്ള ഒരു ഘട്ടത്തിലേക്ക് അവൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവന്നു. ആ ഘട്ടം നിങ്ങൾക്ക് നൽകി. എന്നിട്ട് അല്ലാഹ് തുടർന്ന് പറയുന്നത്, ആ ഘട്ടം പൂർത്തീകരിക്കുന്നവർ ഉണ്ട്, അതിനിടയ്ക്ക് മരണപ്പെട്ടു പോകുന്നവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളും ഉണ്ടായേക്കാം. പക്ഷേ അവിടെയെല്ലാം ഈ ശക്തിയുടെ ഘട്ടം, യുവത്വത്തിന്റെ ഘട്ടം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്ത് അൽ മുഅ്മിനിലെ 67-ാമത്തെ വചനത്തിലും അല്ലാഹു ഈ സൃഷ്ടിപ്പിന്റെ മേഖലയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, സുമ്മ യുഖ്രിജുക്കും തിഫ്ല. പിന്നെ അല്ലാഹു നിങ്ങളെ ഒരു കുട്ടിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും. നിങ്ങൾക്ക് അവൻ പൂർണ്ണ ശക്തിയുള്ള ഒരു ഘട്ടം നിങ്ങൾക്ക് നൽകി. സുമ്മ ലിതകൂനു ശുയൂഖൻ. വീണ്ടും നിങ്ങൾ വൃദ്ധന്മാരായിത്തീരും. അപ്പോ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ആയത്തുകളിലെല്ലാം പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഊർജസ്വലമായ ഒരു കാലഘട്ടമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരുത്തിന്റെ കാലഘട്ടമാണ് യുവത്വം എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. കയ്യും മെയ്യും മനസ്സും ഒരുപോലെ ഊർജസ്വലതയോടുകൂടി തന്നെ നമ്മോടൊപ്പം വഴക്കത്തോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ബാല്യത്തിലും കൗമാരത്തിലും അതില്ല. ഇനി പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിൽ നമ്മളത് വിചാരിച്ചാലും അതിന് കഴിയില്ല. ആ രൂപത്തിൽ അല്ലാഹു നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ വഴങ്ങുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചങ്കൂറ്റത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി എന്തിനേയും നേരിടുവാനുള്ള ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടവുമാണ് യുവത്വം എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. കൗമാരത്തിന്റെ ചാബല്യങ്ങളില്ലാത്ത, വാർദ്ധക്യത്തിന്റെ അവശതകളില്ലാത്ത കാലഘട്ടം. ആ 2 കാലഘട്ടത്തിനും പല ചാബല്യങ്ങൾ കൗമാരത്തിനും ബാല്യത്തിനുമെല്ലാം ഉണ്ട്. അതുപോലെ പോരായ്മകളും അവശതകളും പരാധീനതകളും വാർദ്ധക്യത്തിനുമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത സുരക്ഷിതമായ, ശക്തമായ ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രഗത്ഭ കവികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രസിദ്ധ കവി ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി, അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. റഅല്ലാഹു അയ്യാമത്തു ഫൂലത്തി ഇന്നഹാ
അലാ ജഹ്ലിഹ അഹ്ലാ വ അഹ്നാഉ മാലിയ. ബാല്യകാലത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ കവി പറയുകയാണ്, അല്ലാഹു അയ്യാമത്തു ഫൂലത്തി ഇന്നഹാ അലാ ജഹ്ലിഹാ അഹ്ലാ വ അഹ്നാഉ മാലിയ. ബാല്യകാലത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരതരവും സന്തോഷകരവുമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ആരോട് ചോദിച്ചാലും എന്തും കിട്ടും. നമ്മൾ വാശി പിടിച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. ആ രൂപത്തിൽ എല്ലാവരും എന്നെ പരിഗണിച്ചിരുന്ന ആ കുട്ടിക്കാലം അതൊരു നല്ല കാലഘട്ടമാണ്. അന്നത്തെ അവസ്ഥ ലയാലി അളുന്നുൽ കൗന ഇർസി വ അന്നനി അഇറുൻ നുജൂമ അസ്സഹ്റ നൂറാ ബഹായിമാ. അന്നത്തെ കാലം എന്ന് പറഞ്ഞത് ആ ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ ഞാൻ വിചാരിച്ചത് ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെതാണെന്നാണ്. അങ്ങനെയാണല്ലോ കുട്ടിക്കാലത്ത് ആളുകൾ. അമ്പുളിമാമൻ അത് എൻ്റെ അമ്പുളിമാമനാണ്, ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഒപ്പമാണ് അമ്പുളിമാമൻ നടക്കുന്നത് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പ്രപഞ്ചം മുഴുവനും എൻ്റേത് മാത്രമാണ്. ഈ നക്ഷത്രങ്ങൾക്ക് പ്രഭയുണ്ടാവുന്നത് ഞാൻ നൽകുന്ന പ്രഭയാണ്, ഞാനാണ് ഈ നക്ഷത്രങ്ങൾക്കൊക്കെ പ്രഭ നൽകുന്നത് എന്ന് വിചാരിച്ച ആ കുട്ടിക്കാലത്തിന് അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് മാജിനി തന്റെ കവിതയുടെ വരിയിലൂടെ പറയുകയാണ്. അതുപോലെ യുവത്വകാലത്തെ സംബന്ധിച്ച് അബുൽ അത്താഹിയ എന്ന് പറയുന്ന കവി പറയുന്നത്, ബക്കൈതു അല ശബാബി ബിദംഇ ഐനി. ഞാൻ എൻ്റെ യുവത്വ കാലഘട്ടത്തെ കുറിച്ചോർത്ത് കണ്ണീർ പൊഴിച്ചു. യുവത്വകാലം കഴിഞ്ഞു പോയി. അപ്പൊ ആ കഴിഞ്ഞു പോയ ആ കാലത്തെ കുറിച്ച് കവി പറയുകയാണ്, ബക്കൈതു അല ശബാബി ബിദംഇ ഐനി ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു. ഞാൻ എൻ്റെ ആ യുവത്വ കാലത്തെ കുറിച്ച് കണ്ണീർ പൊഴിച്ചു, പക്ഷെ എൻ്റെ കരച്ചിലിനോ എൻ്റെ വിലാപത്തിനോ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഫയാ ലൈത ശബാബ യഊദ യൗമൻ ലഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. എന്നെങ്കിലും ഒരിക്കൽ ഈ യുവത്വം കാലം എന്നത് എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ നര എന്നിൽ ചെലുത്തിയിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ആ യുവത്വത്തോട് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. യുവത്വകാലമേ, നിന്നിൽ ഒരുപാട് വരകളും കുറികളും ചുളിവുകളും ബലഹീനതകളും ഉണ്ടാക്കി നര എന്ന വസ്തുത പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു എന്ന് യുവത്വകാലത്തെക്കുറിച്ച് അബുൽ അത്താഹിയ പറയുകയാണ്. വാർദ്ധക്യം ബാധിച്ച് അവശതകളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, വേദനകളുണ്ടായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ആ ഷോക്കേസുകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ അവിടെ ഒരു സെയിൽസ്മാൻ ചോദിച്ചു പോലെ അദ്ദേഹത്തോട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കുറെ നേരമായല്ലോ നിങ്ങൾ നോക്കുന്നു, ഏത് വസ്തുവാണ്, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നോക്കുന്ന കാര്യം ഇവിടെ ഞാൻ കാണുന്നില്ല. അയാൾ പറഞ്ഞത്, ലൈതാ ഫഹൽ യൻഫഉ ശൈഅൻ ലൈതു ലൈതാ ശബാബൻ ബുഅ ഫസ്തറൈതു. ഞാൻ നോക്കുന്നത് എൻ്റെ കഴിഞ്ഞുപോയ യുവത്വമാണ്. ആ യുവത്വം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങുമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. ഞാൻ തിരയുകയാണ്, അന്വേഷിക്കുകയാണ്, അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ വഴിമാറുന്ന യുവത്വം, വഴിമാറി സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടം, ജരാനരകൾ ബാധിക്കുന്ന, പേശികൾക്ക് ബലം കുറയുന്ന, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ശക്തി കുറയുന്ന, എന്തിനേറെ സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിൽ വരെ മാറ്റം സംഭവിക്കുന്ന വാർദ്ധക്യം നമ്മുടെ യുവത്വത്തിന് വഴിമാറിക്കൊണ്ടു പോകുന്ന ആ കാലഘട്ടം. അപ്പോ അതിനിടക്കുണ്ടാകുന്ന ഈ യുവത്വം എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ആദ്യം 4 കാലിൽ നടക്കുന്നു, പിന്നെ 2 കാലിൽ നടക്കുന്നു, പിന്നെ 3 കാലിൽ നടക്കുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ആദ്യം 2 കൈ കുത്തി കാലും കൂടെ കുത്തി 4 കാലായിട്ടാണ് നടക്കുന്നത്. പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടു കൂടി നേരെ മുന്നേറാൻ 2 കാലിൽ തന്നെ അവന് നടക്കാൻ കഴിയുന്നു. അത് കഴിഞ്ഞാൽ, അല്പം കഴിഞ്ഞാൽ അവശതകൾ വരുമ്പോ അതിനൊരു സഹായം, ഊന്നുവടി കൂടി അവൻ ആവശ്യമായി വരുന്നു. അങ്ങനെ അവശതകളിലേക്ക് അവൻ മാറിപ്പോകുന്ന ഒരു കാലഘട്ടം
മനുഷ്യ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവുന്നതാണ്. ഒരു പുഷ്പത്തോട് നമ്മുടെ ജീവിതത്തെ ഉപമിക്കുകയാണ് എങ്കിൽ ആ പുഷ്പത്തിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ വിടർന്നു നിൽക്കുന്ന, പരിമളം പരത്തുന്ന, അതിൻ്റെ ഏറ്റവും നല്ല സൗന്ദര്യവും സൗരഭ്യവുമുള്ള ഒരു അവസ്ഥ എപ്പോഴാണോ അതാണ് യുവത്വം എന്ന് പറയുന്നത്. ഒരു പുഷ്പം അതിൻ്റെ ഏറ്റവും നല്ല, അത് കൊഴിഞ്ഞു പോകാറായ അവസ്ഥയല്ല, അത് മൊട്ടിട്ടു വന്ന അവസ്ഥയല്ല, മറിച്ച് അത് ഏറ്റവും നല്ല രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ വിടർന്നു നിൽക്കുന്ന, അതിൻ്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, അതിൻ്റെ എല്ലാ വിധത്തിലും നന്മകളോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ പുഷ്പത്തെ പോലെയാണ് യുവത്വം എന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരും യുവത്വത്തെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, മതസംഘടനകളാകട്ടെ, മറ്റുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഇസങ്ങളോ സിദ്ധാന്തങ്ങളോ ഏതു തന്നെയാകട്ടെ, അവരെല്ലാവരും യുവത്വത്തെ വരുതിയിൽ നിർത്തുവാനും അവർ തങ്ങളിൽ നിന്ന് കൊടിഞ്ഞു പോകാതിരിക്കാൻ ഒരു പക്ഷേ അവിഹിതമായ രൂപത്തിലുള്ള ഏതെങ്കിലും കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ ആണ് അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത് എങ്കിൽ പോലും അതിനു പോലും പലരും മടിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ലഹരിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ മുദ്രാവാക്യം വിളിക്കാനും അതുപോലെ പല പല കാര്യങ്ങൾക്കും അവരെ കിട്ടണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോ കേന്ദ്രങ്ങളോ അതിനുള്ള അനുവാദങ്ങളോ ഒക്കെ നൽകേണ്ടുന്ന അവസ്ഥകൾ പല മേഖലകളിലുമുണ്ട്. എന്തിനാണത്? അത് കൊടുത്തെങ്കിലേ അവിടെ കിട്ടൂ. ആ ആളുകളെ അങ്ങനെ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ചില സഹായങ്ങളും പ്രേരണകളും എല്ലാം അവരുമായിട്ടുണ്ടാവണം. അപ്പോ അത്തരത്തിൽ ആളുകളെ വരുതിയിൽ നിർത്തുവാൻ വേണ്ടി എല്ലാ സംഘടനകളും പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തെ ശക്തമായ കരുതലോടുകൂടി നാം കാണേണ്ടുന്ന, കരുത്തുറ്റ, തിളങ്ങി നിൽക്കുന്ന, വിളങ്ങി നിൽക്കുന്ന യുവത്വം എന്ന് പറയുന്ന കാലഘട്ടത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ പറയുന്നത്, ലാ തസൂലു ഖദമാ അബ്ദിൻ, ഒരു ദാസന്റെയും കാലടികൾ പരലോകത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. ആ 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് ഒന്ന് പ്രവാചകൻ വളരെ കാര്യമായും പറയുന്നത് വൻ ശബാബിഹി ഫീമാ അബ്ലാഹു, യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു. ഈ 5 ചോദ്യങ്ങളിൽ നിങ്ങൾ നമസ്കരിച്ചോ എന്നില്ല, നോമ്പ് നോറ്റോ എന്നുള്ള ഇബാദത്തുകൾ ചെയ്തോ എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു കാലടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ചോദ്യങ്ങളിലൊന്ന് വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹു, തന്റെ യുവത്വം എന്തിലാണ് അവൻ ചെലവഴിച്ചിട്ടുള്ളത്, തൊലച്ചിട്ടുള്ളത് എന്നാണ്. നമ്മൾ ഉത്തരം കണ്ടുവെക്കേണ്ടതാണ്. യുവത്വകാലം കഴിഞ്ഞവർ എന്റെ യുവത്വം എങ്ങനെയാണ് എന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ യുവത്വ പ്രായത്തിൽ ജീവിക്കുന്ന യുവതീ യുവാക്കൾ, ഇത് യുവാക്കൾക്ക് മാത്രം ബാധകമല്ല, സമൂഹത്തിലുള്ള വിശ്വാസിനികൾ അവർക്കൊക്കെ ഈ നിയമങ്ങൾ ബാധകമാണ്. അപ്പോ ആ യുവതീ യുവാക്കൾ ആലോചിക്കേണ്ടതാണ്, എന്റെ യുവത്വം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് കൃത്യമായി വ്യക്തമായി ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ എന്നത് ആലോചിക്കേണ്ടുന്ന വസ്തുതയാണ്. അതുപോലെ യുവത്വത്തിന്റെ നിറവായിട്ടുള്ള 40നെ സംബന്ധിച്ച്, 40 വയസ്സ് അത് യുവത്വത്തിന്റെ നിറവാണ് എന്നാണ് പറയുക. ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന എന്ന് തുടങ്ങി സൂറത്തു അഹ്ഖാഫിലെ ആ വചനം പറയുന്നിടത്ത് അല്ലാഹു പറയുന്നു, ഒരു മനുഷ്യന്റെ ഗർഭധാരണവും പ്രസവവും മുലയൂട്ടലുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, അങ്ങനെ അവൻ ശക്തി പ്രാപിക്കുകയും 40 വയസ്സാവുകയും ചെയ്യുമ്പോൾ, അവൻ ശക്തി പ്രാപിക്കുകയും 40 വയസ്സാവുകയും ചെയ്യുമ്പോൾ,
അതൊരു പ്രത്യേകം അല്ലാഹ് എടുത്തു പറയുകയാണ്. അഥവാ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള തനിക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണത്. അവിടെ അവൻ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഇനി അൻ നഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹാ എന്ന് പറഞ്ഞ് ഖുർആൻ ആയത്ത് തുടർന്നു പോവുകയാണ്. പടച്ചോനെ, ആ 40ന്റെ നിറവിൽ യുവാവായ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ നീ എന്നെ അനുഗ്രഹിക്കണമേ, പടച്ചവനെ നീ എന്നെ അനുഗ്രഹിക്കണമേ. എന്തിനു വേണ്ടി? നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യുവത്വത്തിന്റെ നിറവിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന വരാറുണ്ടോ എന്നത് യുവാക്കളായ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ അവർ ആലോചിച്ചു നോക്കേണ്ടുന്ന കാര്യമാണ്. എൻ്റെ ഈ യുവത്വത്തിന്റെ ഈ തുടിപ്പുള്ള പ്രസരിപ്പുള്ള എന്തിനേയും തൻ്റെ ഇടത്തോടുകൂടി നേരിടാൻ കഴിയുന്ന ഈ കാലത്ത് ഇത് റബ്ബ് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് എന്നതുകൊണ്ട് റബ്ബേ ഞാൻ നിനക്ക് നന്ദി ചെയ്യുന്നു എന്ന് ചെറുപ്പക്കാരികളായ ആളുകൾ ആലോചിക്കാറുണ്ടോ എന്നത് ഗൗരവമായ വിഷയമാണ്. ഹത്താ ബലഗ അശുദ്ധ, അവർ ശക്തി പ്രാപിക്കുക എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ഐ നിഹായത്തു ഖുവ്വതിഹി വശബാബിഹി വകമാലി അഖ്ലിഹി എന്നാണ്. അങ്ങേയറ്റത്തെ യുവത്വവും ശക്തിയും ബുദ്ധിയുടെ കൂർമ്മതയും പൂർണ്ണതയും കൈവരിക്കുക എന്ന്. അങ്ങനെയുള്ള ആ കാലഘട്ടം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക എന്നതാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അതുപോലെ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പല സ്ഥലങ്ങളിൽ പറയുമ്പോൾ അവരുടെ യുവത്വത്തെ സംബന്ധിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട് ഖുർആൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഖുർആൻ പറയും, ഒരു അവിടെയുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളുടെ വിഗ്രഹങ്ങളെ തച്ചു തകർത്തിട്ടുള്ള രംഗമുണ്ടല്ലോ. അവർ ചോദിച്ചു, ആരാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇത്രയും ക്രൂരത ചെയ്തത് ആരാണ്? അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ ബിംബങ്ങളെ തച്ചു തകർത്തത് ആരാണ് എന്ന് ചോദിച്ചപ്പോ അവരിൽ തന്നെ ഉള്ള ആളുകൾ ഖാലൂ, അവർ പറയുകയാണ്, സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഒരു യുവാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യുവത്വം അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ യുവത്വം അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അയാളായിരിക്കും ഇത് ചെയ്തത്. അയാളുടെ പേര് ഇബ്രാഹിം എന്നാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യുവത്വത്തിൽ തൗഹീദിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അത് ആ യുവത്വത്തിന്റെ നിറവിലായിരുന്നു എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ, അദ്ദേഹത്തിന് പൂർണ്ണമായ ശക്തി വന്ന സമയത്ത്, യുവത്വത്തിന്റെ പ്രഭയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വവും വിജ്ഞാനവുമെല്ലാം ഞാൻ നൽകി എന്ന് ഖുർആൻ പറയുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമ, അദ്ദേഹത്തിന് പൂർണ്ണമായ ശക്തിയിലേക്ക് വരികയും ആ രൂപത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോ അദ്ദേഹത്തെ നാം പ്രവാചകത്വം നൽകി, വിജ്ഞാനം നൽകി എന്ന് പറയുന്നു. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ നഹ്നു നഖുസ്സു അലൈക നബാഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരാരായിരുന്നു? അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായ ആളുകളായിരുന്നു. എന്നിട്ടോ അവർ ആ ഗുഹയിൽ അഭയം തേടേണ്ടുന്ന അവസ്ഥയുണ്ടായി. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായപ്പോ ആ ചെറുപ്പക്കാർ നാട്ടിലുള്ള അവസ്ഥകളോട് രാജിയായതല്ല, അതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഏതായാലും നാട്ടിലല്ലേ, നാട്ടു നടപ്പല്ലേ, ഞങ്ങളും അത് സ്വീകരിക്കട്ടെ എന്ന് ആ യുവാക്കൾ തീരുമാനിച്ചില്ല. അവർ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവിടെ വെച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് നേർമാർഗം, നിന്റെ കാരുണ്യം ഞങ്ങൾക്കുണ്ടാവണമേ, നീ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങൾക്കതിനുള്ള സൗകര്യം നീ ഒരുക്കി തരണമേ എന്ന് ആ യുവത്വം, അസ്ഹാബുൽ കഹ്ഫ്, ആ ഗുഹാനിവാസികളായ
ആളുകൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ യുവത്വം തൗഹീദിലൂന്നി ചെലവഴിച്ചത് കൊണ്ട് മാത്രമാണ്. അവരുടെ യുവത്വം തൗഹീദിലൂന്നി ചെലവഴിച്ചത് കൊണ്ട്, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, ഈ രൂപത്തിലുള്ള ബഹുദൈവ വിശ്വാസികളെ ആരാധനാ രീതികളെ കൈവടിയുക എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു ഖുർആനിൽ വചനങ്ങളിലൂടെ അവർക്കുള്ള സ്ഥാനം നൽകിയിട്ടുള്ളത്. അതുപോലെ യുവത്വം നിസ്വാർത്ഥ സേവനത്തിന് വേണ്ടി ചെലവഴിച്ചാൽ പല വഴിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ലഭിക്കും എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മദിയയിലെത്തിയ സമയത്ത് തനിക്ക് പരിചയം പോലുമില്ലാത്ത ആളുകൾക്ക് ആ ആടിനെ പിടിച്ച് വള്ളം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ പല വിധത്തിലുള്ള സഹായം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലഭിക്കുകയാണ്. അപ്പൊ യുവാവായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിചയം പോലുമില്ലാത്ത ആളുകൾക്ക് നൽകിയിട്ടുള്ള ആ സഹായങ്ങളും അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ ഒരുപാട് സഹായങ്ങൾ മൂസാ നബിക്ക് ലഭിച്ചതും ഈ പറഞ്ഞ യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലൈംഗിക രംഗത്ത് ഏറെ പതറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. എന്നാൽ സാഹചര്യങ്ങളുടെ എത്ര സമ്മർദ്ദമുണ്ടായിരുന്നാലും, അവസരങ്ങളുടെ വാതിലുകൾ എത്ര നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടാലും അരുത് എന്ന് പറഞ്ഞ് ഇതെനിക്ക് യോജിച്ചതല്ല, എന്റെ വിശ്വാസത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുവാനുള്ള യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യുവത്വത്തിന്റെ ഈമാനിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെ വിശ്വാസികളായ യുവതീ യുവാക്കൾക്ക് പാഠമാകേണ്ടതുണ്ട്, അവർക്ക് മാതൃകയാകേണ്ടതുണ്ട്. ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന ഭൂമികയിൽ ഒരംഗമാണ് എങ്കിൽ, യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നിൽ കടന്നു പോകുന്നത് എങ്കിൽ, എന്നിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടാകേണ്ടതാണ്, ഈ ചരിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവേണ്ടതാണ് എന്നത് നാം ആലോചിക്കേണ്ടതാണ്, അതുപോലെ തന്നെ ചിന്തിക്കേണ്ടതുമാണ്. അതുപോലെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ യുവത്വം എന്ന് പറയുന്നത് അപ്പോൾ ചെലവഴിക്കപ്പെടുന്ന നൈമിഷികമായ നിമിഷങ്ങൾ ചെലവഴിക്കൽ മാത്രമല്ല, അത് നമ്മുടെ ഡെപ്പോസിറ്റിന്റെ ഒരു കരുതി വെക്കലിന്റെ കാലഘട്ടമാണ്. അപ്പോൾ ചെയ്തത് അത് നാം അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞത്, ഒരു തണലുമില്ലാത്ത ആ അള്ളാഹുവിന്റെ അടുക്കൽ 7 വിഭാഗം ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു തണലിട്ട് കൊടുക്കുമെന്നതാണ്. അതിലൊന്ന് പ്രവാചകൻ എടുത്തു പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള യുവാവ് എന്ന. അപ്പൊ അത് കരുതലാണ്, അതവൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, അവൻ സൂക്ഷിച്ചു വെക്കുകയാണ്. അവന്റെ യുവത്വത്തിന്റെ ആ പ്രവർത്തനത്തിലൂടെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അവന് സുരക്ഷ ലഭിക്കുവാനുള്ള, സംരക്ഷണം ലഭിക്കുവാനുള്ള കരുതലായിട്ടാണ് ഒരു വിശ്വാസി തന്റെ യുവത്വ കാലഘട്ടത്തെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അത്തരത്തിലുള്ള അവസ്ഥയിൽ അഹങ്കരിക്കുകയല്ല, മറിച്ച് ജീവിതത്തിൽ അവൻ വിനയപ്പെടുകയാണ് വേണ്ടത് എന്നതും നാം ആലോചിക്കേണ്ടതാണ്. ആ പ്രധാനപ്പെട്ട കാലഘട്ടത്തെ ഒരിക്കലും നാം വിസ്മരിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആ നിമിഷങ്ങളെ, ആ കാലഘട്ടത്തെ പലരും വിസ്മരിച്ചതുപോലെയാണ് ജീവിതം. പ്രവാചകന്റെ ഒരു തിരുവചനം, നിഅ്മത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹതു വൽ ഫറാ. രണ്ടനുഗ്രഹങ്ങൾ ആളുകൾ അധികവും നഷ്ടപ്പെടുത്തുന്നു. അവയിലൊന്ന് ഈ പറഞ്ഞ ആരോഗ്യ കാലഘട്ടമാണ്. ആരോഗ്യ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ലക്കും ലഗാനവും ഇല്ലാതെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യന്റെ യുവത്വ കാലഘട്ടത്തെ അദ്ദേഹം തന്റെ ഹികമിയായ ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്. ഇദാ ആശൽ ഫതാ സിത്തീന ആമൻ
ഫനിസ്ഫുൽ ഉംരി യംഹഖുഹുൽ ലയാലി വനിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ബിഗഫവതിഹി യമീനൻ അൻ ശിമാലി എന്ന് പറഞ്ഞത് വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് 30 വയസ്സ് അള്ളാഹു അവന്റെ കാലഘട്ടമായി, യുവത്വത്തിന്റെ കാലഘട്ടമായി അള്ളാഹു നിശ്ചയിച്ചാൽ 15 കൊല്ലവും അവൻ എന്തെന്നില്ലാത്ത ഒരു രൂപത്തിൽ ജീവിച്ചു പോകുന്നു. 15 വർഷവും അവൻ അറിയില്ല എന്താ ചെയ്യേണ്ടത്, എന്താണ്, ഏത് രൂപത്തിലാണ് നീങ്ങേണ്ടത് എന്ന്. എന്നാൽ ബാക്കിയുള്ള 15ന്റെ പകുതിയോ അവന്റെ രാത്രികൾ അവനെ ബുദ്ധിയാക്കി കളയുന്നു. അള്ളാഹുവുമായി അടുക്കുവാനോ അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനോ അല്ല അവൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ജീവിതമോ അവശതയും പരാധീനതകളുമായി വല്ലതും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ആരോഗ്യപരമായി ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടം അവന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോ അവന്റെ ജീവിതം മുഴുക്കെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുവത്വ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എനിക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണതെന്ന് മനസ്സിലാക്കി അതിന്റെ ആ വില അതിന് നൽകി അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ പരമാവധി ചെലവഴിക്കണം എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ യുവതി യുവാക്കൾ തയ്യാറാവുക. പ്രവാചകന്റെ ഒരു തിരുവചനം, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 അവസ്ഥകൾ നിനക്ക് വരുന്നതിന് മുമ്പ് 5 അവസ്ഥകളെ നീ പ്രയോജനപ്പെടുത്തുക. 5 അവസ്ഥ നിനക്ക് വരാനുള്ളതാണ്. അതിനു മുമ്പുള്ള 5 അവസ്ഥകൾ നീ പ്രയോജനപ്പെടുത്തണം. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരാനുള്ളതാണ്. അതിനു മുമ്പ് നിനക്ക് കഴിഞ്ഞു പോകുന്നതാണ് യുവത്വം. ആ യുവത്വം നീ വാർദ്ധക്യത്തിലേക്ക് എത്തും എന്ന ബോധത്തോടു കൂടി അന്ന് ചെലവഴിക്കാൻ, യുവത്വ കാലഘട്ടത്തിൽ ചെലവഴിക്കാൻ നിനക്ക് കഴിയണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു തിരുവചനത്തിൽ പ്രവാചകൻ 7 കാര്യങ്ങൾ, ബാദിറൂ ബിൽ അഅ്മാലി സബ്അൻ, 7 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നതിന് മുമ്പേ കഴിയുന്ന കാലത്ത് നിങ്ങൾ ഈമാനിലൂടെ സൽപ്രവർത്തനത്തിലൂടെ മുന്നേറിക്കൊള്ളൂ. അതിലൊന്ന് 7 പ്രവാചകൻ പറയുന്നത് ഔ ഹിറമൻ മുഫന്നിദ, പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം. എന്താണെന്നറിയാത്ത, എന്താ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകൂല, അതുപോലെ നടക്കാൻ കഴിയില്ല, ഓർമ്മിക്കാൻ കഴിയില്ല, ആൾസിമേഷായ രോഗമാണ്, അങ്ങനെ പല രോഗങ്ങൾക്കും അടിവപ്പെടുന്ന ഹിറമൻ മുഫന്നിദ, അങ്ങനെ ഒരു കാലം വരാനുണ്ടാകും. അതിന് മുമ്പുണ്ടാകുന്ന ഈ യുവത്വത്തെ നിങ്ങൾ ആ രൂപത്തിൽ അന്നങ്ങനെ വരാൻ പോകുന്നുണ്ട്. അന്ന് എനിക്ക് സംരക്ഷണമാകണമെങ്കിൽ എൻ്റെ യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും പ്രവാചകൻ പഠിപ്പിച്ചത് യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, നിങ്ങളിൽ നിന്ന് യുവത്വമുള്ള ആളുകൾ, യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, അവർ വൈവാഹിക ജീവിതത്തിലേക്ക്, ധാർമ്മിക ജീവിതത്തിന് വേണ്ടി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവർണാവസരമാണ് നമ്മുടെ യുവത്വം എന്ന് നാം മനസ്സിലാക്കുകയും അത് പരമാവധി വഴിതെറ്റാൻ സാധ്യതകളുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കി നാം അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കുന്നതാണ്. പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ താടിയും തലയും നരച്ച് ഖബറിലേക്ക് കാലെടുത്ത് വെച്ച വയോവൃദ്ധന്മാരായിരിക്കാം എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ സ്വഹാബത്തൊക്കെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ പ്രായം എത്രയായിരുന്നു? ആ സ്വഹാബത്ത് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആ പ്രായത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കരിഞ്ഞരുളിയ ആരോഗ്യത്തിന്റെ കാലഘട്ടം അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ യൗവനത്തിന്റെ ആ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവേ ഇതെനിക്ക് നീ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് നാഥ, നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് അവസരം നൽകുകയും തൗഫീഖ് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്മനസ് കൂടി നമുക്കുണ്ടാകണം.
ആ പ്രായം കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള അവശതകളോ പോരായ്മകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബയും ഇസ്തിഗ്ഫാറുമായി തന്റെ ശേഷിക്കുന്ന ജീവിതത്തെ അള്ളാഹുവുമായി കൂടുതൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസികും ഇബാദുല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കേന്ദ്ര മസ്ജിദ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഓരോ ആഴ്ചയിലും സദഖയുമായി, ദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസോ ആയത്തുകളൊക്കെ പറയാറ്. ഇതൊരു ആയത്തിൽ പ്രവാചകൻ പറയുന്നത് ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും, നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിച്ച് എന്തെങ്കിലും ചില ക്രിയകൾ ചെയ്യുന്നതിലല്ല പുണ്യം എന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ട ഇബാദത്താണ്. നിസ്കരിക്കുക, നോമ്പ് വെക്കുക, ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് അല്ലാഹ് ആ ആയത്തിൽ പറയുന്നു വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും എന്നിട്ട് അതിനുശേഷം അള്ളാഹു പറയുന്നത് വആത്തൽ മാല അലാ ഹുബ്ബി, ധനത്തോട് ഇഷ്ടമുള്ളതോട് കൂടി, ഇമ്പമുള്ളതോട് കൂടി, കമ്പമുള്ളതോട് കൂടി, ആവശ്യമുള്ളതോട് കൂടി, അല്ല അത്യാവശ്യമുള്ളതോട് കൂടി. ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബ്ന സബീൽ വഫി റിഖാബ്, ആ പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, വഴിയാത്രക്കാർക്ക്, അങ്ങനെ അടിമകളെ മോചിപ്പിക്കാൻ, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. അവിടെയാണ് പുണ്യമുള്ളത്, നന്മയുള്ളത്, അള്ളാഹുവിന്റെ പ്രതിഫലമുള്ളത് ആ ചെലവഴിക്കുന്നതിലാണ് എന്ന് ഒരു വലിയ ആയത്തിന്റെ ഭാഗത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി, പ്രാവർത്തികമാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള അവസരങ്ങളാണ് ഈ കളക്ഷനുകൾ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ സംഭാവനകൾ അർപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാ ആളുകളും സഹകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി, ചെറുപ്പക്കാരിയായ ഒരു സഹോദരി ഇഹലോകവാസം വെടിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ജീവിതം ദുനിയാവിൽ കഴിഞ്ഞു. അള്ളാഹു തിരിച്ചു വിളിച്ചു. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹദിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നല്ലവരായ മലക്കുകളുടെ സാമീപ്യം ആ സഹോദരിക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഇസ്ലാഹി തറവാട്ടിലെ കാരണവരും പ്രമുഖ പണ്ഡിതനും വാഗ്മിയും എഴുത്തുകാരനുമെല്ലാമായ എ അബ്ദുൽ ഹമീദ് മദീനി രോഗബാധിതനായി ആശുപത്രിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വീണ്ടും ഇസ്ലാമിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി സേവനം ചെയ്യുവാനുള്ള ആരോഗ്യവും കഴിവും ബുദ്ധിയും അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഈ പറഞ്ഞ രൂപത്തിൽ യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള ഒരു സന്മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഈമാനോടുകൂടി ജീവിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.